മച്ചാന്ന് അദ്ദേഹം തന്നെ വിളിച്ചതാണ്. എല്ലാവരും മച്ചാനെ എന്ന് വിളിക്കും, പുള്ളിയെ മച്ചാൻ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ മിമിക്രിക്കാരുടെ ഇടയിലാണ് മച്ചാൻ വർഗീസ് എന്നുള്ള വിളി ആദ്യം തുടങ്ങുന്നത്. സിനിമ ഷൂട്ടിങ്ങിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ ML വർഗീസിൻ്റെ പട്ടിയുണ്ടെന്ന് പറയും. അങ്ങനെ ഈ പട്ടിയായിട്ട് വർഗീസ് സെറ്റിൽ വരും. അപ്പോൾ വർഗീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി അഭിനയിക്കുന്നതിൻ്റെ കൂടെ തന്നെ തമാശകളൊക്കെ പറഞ്ഞ് ആ സെറ്റിലുള്ള ആളുകളെ മുഴുവൻ കയ്യിലെടുത്തിട്ട് അതിൽ ഒരു ചെറിയ റോളും സംഘടിപ്പിക്കും. സിദ്ദിഖ് ലാൽ വളരെ പോപ്പുലർ ആയിരിക്കുന്ന ഒരു കാലത്ത് ദിലീപ് ലാൽ എന്നുള്ള പേരിലാണ് ഞാനും ദിലീപും ചേർന്നിട്ടാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സംവിധാന ഇരട്ടകളായിരുന്നു. ലൈൻമാൻ ലോനപ്പൻ തിരക്കഥയിലൊരു ചെറിയ ക്യാരക്ടറായിരുന്നു. ഇങ്ങനെ പോസ്റ്റിന് മീതെ ഇരുന്നിട്ട് ഇങ്ങനെ കമൻറ്റുകൾ പറയുന്ന ഒരാൾ. നമ്മൾ ചാപ്ലിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഒരു കൊമേഡിയൻ ശരീരം കൊണ്ട് മുഴുവൻ അഭിനയിക്കണമെന്ന് പറയാറുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിലുള്ള ആളായിരുന്നു മച്ചാൻ വർഗീസിന്. ഇപ്പം എത്ര പേർക്ക് പേര് പറഞ്ഞാൽ അറിയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മച്ചാൻ വർഗീസ് ഒരു കാലത്ത് സിനിമകളിലെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ആളുകളുടെ ഇഷ്ടം നേടിയ ഒരു നടനായിരുന്നു. എന്തോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ, എന്താ കാര്യം? നിന്റെ കുന്തോങ്കിലും ഉണ്ടല്ലോ, എന്റെ അതുകൂടിയില്ല, എന്റെ ആ പാപ്പച്ചൻ തള്ളി മാറ്റി. ഒരു മിനിറ്റ്, വൈഫ് അതിന് നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ ഉടമസ്ഥന്റെ വൈഫാണെന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അപ്പൊ ഏതോ സാക്ഷരത അറിയാവുന്ന പഹരാണ് ഇതിന്റെ കർത്താവ്. മാവ, പ്ലാവ, ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവുള്ള കേസാണിത്. മച്ചാൻ വർഗീസിനെ ഞാൻ പല കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ വ്യത്യസ്തമായ പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ML വർഗീസ് എന്നാണ് പുള്ളിയുടെ ശരിക്കുള്ള പേര്. അപ്പോൾ ML എന്ന് പറയുന്നത് മില്ലിയുടെ ഒരു ഷോർട്ടായതുകൊണ്ട് മില്ലി വർഗീസ് എന്ന് വിളിക്കും, ML വർഗീസ് എന്ന് വിളിക്കും. പിന്നെ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് പുള്ളിക്കൊരു വലിയ നായ ഉണ്ടായിരുന്നു, ഒരു പട്ടി. പറഞ്ഞതൊക്കെ അനുസരിക്കും എന്നാണ് വർഗീസ് അവകാശപ്പെടുന്നത്. കുറേ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരു പട്ടിയാണ്. അപ്പോൾ സിനിമ ഷൂട്ടിങ്ങിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ ML വർഗീസിൻ്റെ പട്ടിയുണ്ടെന്ന് പറയും. അങ്ങനെ ഈ പട്ടിയായിട്ട് വർഗീസ് സെറ്റിൽ വരും. അപ്പോൾ വർഗീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി അഭിനയിക്കുന്നതിൻ്റെ കൂടെ തന്നെ തമാശകളൊക്കെ പറഞ്ഞ് ആ സെറ്റിലുള്ള ആളുകളെ മുഴുവൻ കയ്യിലെടുത്തിട്ട് അതിൽ ഒരു ചെറിയ റോളും സംഘടിപ്പിക്കും. അപ്പോൾ പുള്ളിയും അഭിനയിക്കും. അങ്ങനെ പട്ടിയെ കൊണ്ട് വരുന്ന വർഗീസിനെ പട്ടി വർഗീസ് എന്ന് വിളിക്കാൻ തുടങ്ങി കുറച്ച് കാലത്ത്. മിമിക്രിക്കാരൊക്കെ കളിയാക്കിയിട്ട് പട്ടി വർഗീസ് എന്ന് വിളിക്കും. മച്ചാന്ന് അദ്ദേഹം തന്നെ വിളിച്ചതാണ്. എല്ലാവരും മച്ചാനെ എന്ന് വിളിക്കും, പുള്ളിയെ മച്ചാൻ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ മിമിക്രിക്കാരുടെ ഇടയിലാണ് മച്ചാൻ വർഗീസ് എന്നുള്ള വിളി ആദ്യം തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം പ്രശസ്തനായപ്പോൾ അത് തന്നെ അദ്ദേഹത്തിന്റെ പേരായിട്ട് വന്നു. നോക്കണം, ഇനി യോമാരോട് നനങ്ങിയാൽ അപ്പൊ എനിക്ക് വരും തരണം. ആ കാര്യം ഞാൻ ഏറ്റി ഒരച്ചോണ്ട് നോക്കടാ. എന്താ ഇവിടെ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ. ആണോടാ? ഇല്ല സാർ, ഇല്ല സാർ, സാർ നിർബന്ധിക്കണേ പറയും. ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഞാനല്ലേ ഏറ്റിരിക്കുന്നു സാർ. എന്റെ പൊന്നെ അച്യുതൻകുട്ടി ചാടരുത്, എന്നെ മുക്കി കൊല്ലരുത്. കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്. വന്നവന്മാർക്കൊക്കെ ചായയും പലഹാരവും കൊടുത്തു മടുത്തപ്പോ നക്ഷത്രവും ജാതകവും വിശ്വാസയില്ലാത്ത നജീബിന്റെ കൂടെ പെങ്കൊച്ചിറങ്ങിപ്പോയി. അതിലെന്താ തെറ്റ്? വർഗീസിനെ ഞാൻ ആദ്യം കാണുമ്പോൾ തൊട്ടിട്ട് എന്നെ ആകർഷിച്ചിട്ടുള്ളൊരു കാര്യം, ആ കാലത്തെ മറ്റ് മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മച്ചാന് ഒരു എന്താ പറയണ്ടത്, നാടകത്തിലെ കോമഡി ചെയ്യുന്ന ആളുമായിട്ടാണ് ഒരു മിമിക്രിക്കാരനേക്കാൾ സാദൃശ്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്റ്റേജ് ആക്ടറായിരുന്നു മച്ചാൻ. അപ്പം ഓരോ വ്യക്തികളിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു ഘടകം എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണ് അവർ നമ്മുടെ മനസ്സിൽ എല്ലാ കാലത്തും നിലനിൽക്കുക. മച്ചാൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോൾ കാണുമ്പോഴും വളരെ പ്രസരിപ്പുള്ള പോസിറ്റീവായിട്ടുള്ള മച്ചാനെ ഞാൻ കണ്ടിട്ടുള്ളൂ. മച്ചാനെ ഒരിക്കലും ഒരു ദുഃഖിതനായ വ്യക്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മച്ചാൻ എപ്പോഴും ഹാപ്പി ആയിരുന്നു, മച്ചാൻ എപ്പോഴും പോസിറ്റീവായിരുന്നു, ഭയങ്കര പ്ലസൻ്റായിരുന്നു എപ്പോഴും. മച്ചാൻ അത്ര വലിയ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ഇല്ലാതെ ഈ മിമിക്രിയും ഇതൊക്കെ ആയിട്ട് ഉരുണ്ട് കഴിയണ കാലത്തും മച്ചാൻ ഹാപ്പി ആയിരുന്നു. മച്ചാൻ എപ്പോഴും
പ്ലസന്റ് ആയിരുന്നു. പട്ടാളം ബാസു ആശാന അത്രക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ ആശാനെ? ആശാനല്ല, സാബ്, കേണൽ സാബ്. അങ്ങനെ മറക്കാൻ പറ്റുമോ കേണൽ സാബേ? അച്ഛാ, എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കണ്ടായിരുന്നോരെ. ആശ്രയിരിക്കണ പോലെ വായി തുറന്നിരിക്കണത്. അയ്യോ അരെ പോരെ. ഒന്നങ്ങനെ തന്നാലുണ്ടല്ലോ. നാട്ടിലുള്ള സകല അലവലാദികളെ പൂവാൽമാരെ പൊക്കിക്കൊണ്ടെല്ലാം പറഞ്ഞേക്കണ എസ് ഐ. നീ ഒരിക്കലും ഒരു അലവലാദിയല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര് പൂവാലിന? അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാളല്ലേ? മച്ചാന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എറണാകുളത്ത്. ഞാൻ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടും മറ്റു ഡയറക്ടേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരിക്കലും ദിലീപ് പറഞ്ഞു, ഒരു ഗ്യാപ്പാണ്, ആ സമയത്ത് എനിക്ക് വർക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എറണാകുളത്തേക്ക് വാ, ഒരു മിമിക്രി വീഡിയോ കാസറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിനക്കത് ഡയറക്റ്റ് ചെയ്യാമോ, നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഡയറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ദിലീപ് എന്നെ വിളിക്കുകയാണ്. അപ്പം മിമിക്രി വീഡിയോ കാസറ്റ് എന്താണെന്നോ എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷനെന്നോ അതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ ദിലീപ് ഇങ്ങനെ സ്കിറ്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ സ്കിറ്റുകളുണ്ട്. ദീദി ദീദി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു ആ കാലത്ത്, ഭയങ്കര പ്രസിദ്ധമായിട്ട്. ഖലീദ് എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരനാണ് അത് പാടിയത്, ഖാലിദ്. ആ പാട്ടിൻ്റെ പാരഡി നാദിർഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് പോലെ ഈ സ്കിറ്റുകൾ പുറത്ത് ഒറിജിനൽ ഇപ്പോൾ സിനിമയൊക്കെ ചെയ്യുന്നത് പോലെ ഔട്ട്ഡോർ ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്യണം. ഞാനൊരു ലോക്കൽ തെരുതണ്ടി, ഗ്രാജുവേറ്റ് ആയൊരു മുഴുതണ്ടി, നാട്ടിൽ ഞാനൊരു തൊഴിൽ തേടി തേടി തേടി, ഒരു തൊഴിലിനു വേണ്ടി പലപടി ഞാൻ കേറി കേറി, ഞാൻ കണ്ടവരെല്ലാം പറഞ്ഞു വെരി സോറി. അപ്പോൾ അങ്ങനെ മിമിക്രി വീഡിയോ കാസറ്റുകൾ ഇറങ്ങി തുടങ്ങിയ ഒരു സമയമാണ്. അതിനു മുമ്പ് ഓഡിയോ കാസറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വീഡിയോ വെർഷൻ വരികയാണ്. ഇപ്പോൾ ദേ മാവേലി കൊമ്പത്ത്, ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചോടം എന്നൊക്കെ പറഞ്ഞ ഓഡിയോ കാസറ്റ്സ് ഇറങ്ങിയതിൻ്റെ അതുപോലെ വീഡിയോ കാസറ്റ് ഇറക്കാനുള്ള ഒരു ശ്രമമാണ്. ഇത് വയബിൾ ആകുമെന്നൊന്നും ഇവർക്ക് അറിയില്ല, ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വലിയ പൈസയും വലിയ ബഡ്ജറ്റും ഒന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു, ഇത് നോക്കിയപ്പോൾ ഇവരുടെ സ്കിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിലെ ഒരു സീൻസോ അല്ലെങ്കിൽ സീക്വൻസോ പോലെയാണ്. അപ്പോൾ അതൊരു സിനിമ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചു. ഞങ്ങൾ മിമിക്സ് ഡ്രാമ എന്നുള്ള പേരിൽ ഒരു വീഡിയോ കാസറ്റ് ചെയ്യണം എറണാകുളത്ത് വെച്ചിട്ട്. മിമിക്സ് ഡ്രാമ, അതിൽ സ്കിറ്റുകൾ പല മിമിക്രിക്കാരും തോമസ് തോപ്പിൽക്കുടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരും ഒക്കെ എല്ലാവരും ചേർന്നിട്ടാണ്, ഇവരെല്ലാവരും ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അത് ഒരാൾ എഴുതി പേപ്പറിലാക്കും. അങ്ങനെ കുറേ സ്കിറ്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ ആ മിമിക്സ് ഡ്രാമ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്തത് സൈമൺ ജോസഫായി എന്ന് പറഞ്ഞിട്ടൊരു ജീവാണ്. അയാൾ മട്ടാഞ്ചേരിക്കാരനൊരു ജീവാണ്. അയാൾ പിന്നീട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടീനെയൊക്കെ കല്യാണം കഴിച്ച് അയാൾ ഇവിടെ സെറ്റിൽ ചെയ്ത്, അയാളുടെ ഫാമിലിയിൽ പലരും ഇസ്രായേലിലേക്കൊക്കെ പോയി. സൈമൺ ജോസഫായി ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ദിലീപ് ലാൽ എന്നുള്ള പേരിലാണ് ആദ്യമായിട്ട് ഡയറക്ഷൻ്റെ താഴെ എൻ്റെ പേര് ആദ്യമായിട്ട് വരുന്നത് ദിലീപ് ലാൽ എന്നുള്ള പേരിലാണ്. അപ്പോൾ ഒരു മിമിക്രി വീഡിയോ കാസറ്റാണ്. അതിൽ എൻ്റെ ടൈറ്റിലും മിമിക് ചെയ്തിട്ടുള്ളതാണ്. സിദ്ദിഖ് ലാൽ വളരെ പോപ്പുലറായിരിക്കുന്ന ഒരു കാലത്ത് ദിലീപ് ലാൽ എന്നുള്ള പേരിലാണ് ഞാനും ദിലീപും ചേർന്നിട്ടാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സംവിധാന ഇരട്ടകളായിരുന്നു. ഉപ്പിന് പോലും വില കൂടി, കാശിന് വേണ്ടി ഞാൻ ഓടി, അതിനായി പല വഴി ഞാൻ തേടി തേടി തേടി, പല മേലിയും ചാടി പലതും ഞാൻ നേടി നേടി, ചില കാക്കിയുടുത്തവരെന്നെ പിടികൂടി. അതിൻ്റെ ഷൂട്ടിങ്ങിന് ഒരു സ്കിറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥലം എവിടെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ചേരനല്ലൊരു ഭാഗത്ത് എവിടെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ഒരു നായയുടെ ആവശ്യമുണ്ട്. ഹരിശ്രീ അശോകനും
ടെസ്നി ഗാനമൊക്കെ ആണ് തോന്നുന്നു ആ സീനിൽ അഭിനയിക്കുന്നത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിലൊരു പട്ടിയുടെ ആവശ്യം വന്നു. അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു പട്ടി വേണം. അപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ട്, കാരണം ഇത് പട്ടിയും ആളും ഒക്കെ വെച്ചിട്ട് മാത്രമല്ല ഇവർക്ക് സമയമില്ല, വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പട്ടിയെയും കൊണ്ടാണ് എൻ്റെ ഫ്രെയിമിലേക്ക് ആദ്യമായിട്ട് വർഗീസ് വരുന്നത്, മച്ചാൻ വർഗീസ് കടന്നു വരുന്നത്. അപ്പോൾ എല്ലാം അനുസരിക്കും, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പട്ടീനെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പട്ടി അങ്ങോട്ട് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി, കൂട്ടച്ചിരി. അങ്ങനെ മച്ചാൻ എന്നാ അപ്പോൾ മച്ചാൻ എന്നോട് സ്വയം പരിചയപ്പെടുത്തി, എന്നെ മച്ചാൻ എന്ന് വിളിച്ചാൽ മതി, ഞാൻ വർഗീസ്, മച്ചാൻ വർഗീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ അന്ന് മുതൽ മച്ചാന് എനിക്ക് പരിചയമുണ്ട്. അന്ന് സിനിമകളിലൊന്നും അഭിനയിച്ചില്ല. ഈ പട്ടിക്ക് എല്ലായിടത്തും റോളുണ്ടാവും. ആ പട്ടി അഭിനയിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇയാളുടെ തമാശകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അയാൾക്കൊരു റോള് കിട്ടും. ഒരു ചാപ്ലിൻ ലൈൻ ആണ് പുള്ളിയുടെ പെർഫോമൻസ്. ഒരു ചാപ്ലിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഒരു കൊമേഡിയൻ ശരീരം കൊണ്ട് മുഴുവൻ അഭിനയിക്കണമെന്ന് പറയാറുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിലുള്ള ആളായിരുന്നു മച്ചാൻ. മച്ചാന് ഒരു നിർഭാഗ്യം എന്ന് വെച്ചാൽ മച്ചാന് വളരെ വലിയ ഗൗരവമുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയിലെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും അധികം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഈ സൈഡായിട്ടുള്ള തമാശ റോളുകളാണ് അധികവും കിട്ടിയത്. പക്ഷെ ഒരു ഉഗ്രൻ ക്യാരക്ടർ നടൻ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മീശമാധവനിലാണ് ഞാൻ ഈ പഴയ ബന്ധവും പരിചയവും വെച്ചിട്ടാണ് മീശമാധവനിലെ ലൈൻമാൻ ലോനപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ കാസ്റ്റ് ചെയ്യുന്നത്. ലൈൻമാൻ ലോനപ്പൻ തിരക്കഥയിലൊരു ചെറിയ ക്യാരക്ടറായിരുന്നു. ഇങ്ങനെ പലപ്പോഴും എപ്പോഴും ഈ പോസ്റ്റിന് മീതെ ഇരിക്കുന്ന ഒരാൾ, പോസ്റ്റിന് മീതെ ഇരുന്നിട്ട് ഇങ്ങനെ കമൻറ്റുകൾ പറയുന്ന ഒരാൾ. നമ്മൾ വെച്ചാൽ ബോബനും മോളിയിലൊക്കെ ചില ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ഈ പാസ് ചെയ്ത് പോകുന്ന ആളുകൾ പറയുന്ന ചില തമാശ കമൻറ്റ്, അതുപോലെയാണ് ലൈൻമാൻ ലോനപ്പനെ വിചാരിച്ചത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇത് മച്ചാന് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞു ലൈൻമാൻ. പക്ഷേ മച്ചാൻ ആ ക്യാരക്ടർ ചെയ്യാൻ തീരുമാനിച്ച് മച്ചാൻ വന്നതിന് ശേഷം ആ ക്യാരക്ടർ ഒരുപാട് ഡെവലപ്പ് ചെയ്യുകയും ഒരുപാട് കൂടുതൽ സ്ഥലത്ത് ആ സിനിമയിൽ അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്ത് ആദ്യം 3-4 സീനുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ മച്ചാൻ വന്നപ്പോൾ മച്ചാനോട് പറഞ്ഞു, ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ 3 സീൻ ആണ് മച്ചാനുള്ളത്. പക്ഷെ മച്ചാൻ ഇതിൻ്റെ ഒരു വലിയ ഇതൊന്നും നോക്കാതെ ത്രൂ ഔട്ട് ഈ സിനിമയുടെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉള്ള സമയത്തൊക്കെ എൻ്റെ കൂടെ വന്ന് നിൽക്കാമെങ്കിൽ ഈ ഔട്ട്ഡോറിലൊക്കെ എവിടെയെങ്കിലും എനിക്ക് ഔട്ട്ഡോർ സീനുകളിലൊക്കെ എവിടെയെങ്കിലും എനിക്ക് മച്ചാനെ പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മച്ചാൻ്റെ ഡേറ്റ് കൃത്യം ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ആ കൃത്യം ഡേറ്റ് പറഞ്ഞാൽ ഈ 3 സീനും അഭിനയിച്ച് ഉള്ള പൈസ മേടിച്ച് പോകേണ്ടി വരും. അതേസമയം ഈ ഡേറ്റുകൾ നോക്കാതെ എൻ്റെ കൂടെ നിൽക്കാം, ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉള്ളപ്പോൾ മുഴുവൻ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഈ സിനിമയിൽ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത സീനുകളിലൊക്കെ എനിക്ക് മച്ചാനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിൽക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ മച്ചാൻ പറഞ്ഞു, എനിക്ക് വേറെ പടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ, പക്ഷെ അതിൽ പോയിട്ടൊരു കുഞ്ഞ് സീൻ ചെയ്യണേക്കാളും ഈ സിനിമയിൽ കൂടുതൽ സ്ഥലത്ത് വരുന്നതാണ് എനിക്ക് പ്രധാനം, എനിക്ക് അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്, ഞാൻ നിന്നോളാം എന്ന്. അങ്ങനെ ആ സിനിമയിൽ പല സീനുകളിലും മച്ചാൻ അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം മച്ചാനെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ആ സീൻ പെർഫോം ചെയ്ത് ലൊക്കേഷനിൽ ഇംപ്രവൈസ് ചെയ്തപ്പോൾ മച്ചാന് വലിയ പ്രകടനങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഈ പോകുന്ന വഴിക്ക് എന്താ അവിടെ സംഭവം എന്ന് കൊച്ചിനേനിഫോട് ചോദിക്കും. കൊച്ചിനേനിഫോടിൽ നിന്ന് നീ ഒന്ന് താഴേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നതൊന്നും സ്ക്രിപ്റ്റിലില്ലാത്ത സീനാണ്. അത് ആ സീക്വൻസിൽ എടുക്കുന്ന സമയത്ത് മച്ചാൻ അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം തോന്നിയ ഒരു ഐഡിയയാണ്. ദൈവമേ, ഇതെന്താണ് കഴുത്തുളുക്കിയുള്ള സംസ്ഥാന സമ്മേളനം? എടാ മാധവ, ഇങ്ങനെ ഇറങ്ങി വാടാ. പിള്ളാച്ചന്റെ വീട്ടിൽ കക്കാൻ 15 മിനിറ്റ് പറയുന്നത് പറഞ്ഞോണ്ടാ ഞാൻ ഫീസ് ഊരി തന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ വകയറടാ. അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അപ്പൊ അങ്ങനെ മച്ചാൻ ആ സിനിമയിൽ വളരെ
നന്നായിട്ട് അഭിനയിച്ചു. ആ ക്യാരക്ടർ എല്ലാ ആളുകൾക്കും ഇഷ്ടമായി. മീശമാധവൻ കാണുന്ന ആളുകളുടെ മനസ്സിൽ മച്ചാൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ വ്യക്തി എന്നുള്ള നിലയിൽ മച്ചാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത്. എനിക്കൊരു ദിവസം ഒരു ഫോൺ വന്നു, മച്ചാൻ വിളിച്ചത്. ലാലുഭായ് എന്നാണ് വിളിക്കുന്നത്. ലാലുഭായ് അറിഞ്ഞാ എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ക്യാൻസറാണ് ലാലുഭായ്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല, അതിപ്പോൾ ഇതെന്ത് സർജറി ചെയ്തു, ഇനിയിപ്പോൾ അവിടെ ഒരു ബ്ലാഡർ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂറിനൊക്കെ അതിൽ പാസ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് നിറയുമ്പോൾ കളഞ്ഞാൽ മതി. അത് വളരെ പോസിറ്റീവായിട്ടും വളരെ കൂളായിട്ടും അതിനെക്കുറിച്ച് ഒരു പ്രത്യേകിച്ചൊരു ദുരന്തമാണെന്നൊന്നും അല്ലെങ്കിൽ ഒരു ദുഃഖമാണെന്നൊന്നും ഭാവിക്കാതെ ആണ് മച്ചാൻ അത് എന്നോട് പറഞ്ഞത്. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ദിലീപിൻ്റെ അച്ഛൻ മരിച്ച ദിവസം ഈ മച്ചാൻ അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഞാൻ നോക്കുമ്പോൾ ഈ ദിലീപിൻ്റെ അച്ഛൻ മരിച്ചിട്ട് വീട്ടിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ട് ത്രൂ ഔട്ട്. അപ്പോൾ മച്ചാൻ വന്ന് ഇറങ്ങണം ഒരു ഓട്ടോറിക്ഷയിൽ. എന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, മച്ചാൻ നീ ആശുപത്രിയിൽ അഡ്മിറ്റഡ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വന്നു, നമ്മുടെ അച്ഛനല്ലേ, വന്ന് കാണാണ്ടിരിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, അതേ ബ്ലാഡർ ഉണ്ട്. എന്നിട്ട് മുണ്ട് മാറ്റിയിട്ട് എനിക്ക് ആ ബ്ലാഡർ ഫിറ്റ് ചെയ്തത് കാണിച്ചു തന്നു. എന്നിട്ട് അവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദിലീപ് പുറത്ത് വന്നു. ദിലീപ് കണ്ടിട്ട് ദിലീപിന് ഷോക്ക്ഡായിപ്പോയി. ദിലീപ് പറഞ്ഞു, മച്ചാൻ ഇപ്പം തന്നെ പോകണം. എന്നിട്ട് ദിലീപ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയിൽ ഇവനെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ആക്കാൻ പറഞ്ഞിട്ട് കയറ്റി വിട്ടു. അപ്പോൾ മച്ചാനെ കയറ്റി വിട്ടതിന് ശേഷം ദിലീപ് പറയാണ്, വളരെ സീരിയസ് ആണ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയാണ്, അവനവിടെ നിന്നൊന്നും പോരാൻ പാടില്ല. ഇപ്പോൾ ഇത്രയായിട്ടും ഒരു സീരിയസ്നെസ്സും ഇല്ലെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ കൊണ്ട് ദിലീപ് ആകെ അപ്സെറ്റായി. ദിലീപിൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുക അവിടെ. അതാണ് ഞാൻ മച്ചാനെ അവസാനമായിട്ട് കാണുന്നത്. പിന്നെ മച്ചാൻ മരിച്ചു എന്നാണ് അറിയുന്നത്. മച്ചാൻ എപ്പോഴും ഒരു എന്താ പറയണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കൊന്ന് കയറി വന്ന ഒരു പ്രകാശമൊക്കെ പരത്തി കടന്നു പോയ ഒരാളാണ്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നമ്മളെ പഠിപ്പിച്ച ആളാണ് മച്ചാൻ.